പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇറാൻ. ദുബായിലേക്ക് പോകേരുന്ന MSC ഏരീസ് എന്ന കപ്പലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിടിച്ചെടുത്തത്. ഹോർമസ് കടലിടുക്കിനടുത്ത് വച്ചായിരുന്നു കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. കപ്പലിലെ ജീവനക്കാരിൽ 6 മലയാളികളുമുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി. അർജുൻ, 6 മലയാളികൾ ഉൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർ സുരക്ഷിതരാണോ? ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ്? രതീഷ്, നിലവിൽ ഈ ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്ത ഇറാൻ വാർത്താമാധ്യമങ്ങളടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള കാര്യം ഇന്ന് ഉച്ചയോടെയാണ് MSC ഏരീസ് എന്ന കപ്പൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിടിച്ചെടുത്തത്. ഹെലികോപ്റ്ററിൽ വന്ന് കപ്പലിൽ കയറി അവർ ആ കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു. ദുബായിലേക്ക് പോവുകയായിരുന്നു ആ കപ്പൽ. 25 ജീവനക്കാരാണ് കപ്പലിൽ ആകെയുള്ളത്. അതിൽ 18 പേരും ഇന്ത്യക്കാരാണ്. 6 മലയാളികൾ, 18 ഇന്ത്യക്കാരാണ്. അതിൽ 6 പേർ മലയാളികൾ. ബാക്കിയുള്ളത് 4 ഫിലിപ്പീൻ, അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി, ഒരു റഷ്യൻ, ഒരു എസ്തോനിയൻ, ഇങ്ങനെ 25 ജീവനക്കാരാണ് നിലവിൽ കപ്പലിലുള്ളത്. ഇത് ഒരു പോർച്ചുഗീസ് ആസ്ഥാനമായിട്ടുള്ള കപ്പലാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സോഡിയാക് മാരിടൈം എന്ന് പറയുന്ന, അഥവാ സോഡിയാക് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. അത് ഇയാൽ ഓഫർ എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ ശതകോടീശ്വരൻ്റെയാണ് ഈ സോഡിയാക് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്രയേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള കാര്യം പറയാം. പക്ഷേ നിലവിൽ അത് പോർച്ചുഗീസ് ഫ്ലാഗ്ഡാണ്, പോർച്ചുഗീസ് ആസ്ഥാനമായിട്ടുള്ള കപ്പലാണ്. നിലവിൽ ഈ 25 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇടുക്കിനടുത്ത് നിന്നും പിടിച്ചെടുത്ത കപ്പൽ ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ 18 ഇന്ത്യക്കാരും, ഈ ജീവനക്കാരെ എല്ലാവരും, 18 ഇന്ത്യക്കാരെയും കുടുംബാംഗങ്ങളുമായി ഇതിനോടകം തന്നെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. തുടർ നടപടികൾ ഈ നിലവിൽ ഇസ്രായേൽ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർ ചർച്ചകൾക്കും നടപടികൾക്കും ശേഷമായിരിക്കും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക.